നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെ, കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം. എന്നാലേ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു പൊരുത്തം ഉണ്ടാവുള്ളൂ. പൊരുത്തം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ സ്നേഹ? 100% ശരിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗിരിയുടെ മനസ്സിലുണ്ടായിരുന്നോ? എന്നിട്ടാണോ നിങ്ങൾ രണ്ടുപേരും ഇത്രയും കാലം കീരിയും പാമ്പും പോലെ നടന്നേ? അത് പിന്നെ മോളെ, ഈ ചട്ടിയും കലവും ഒക്കെ ഇല്ലേ, അതിന് ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും. അതല്ലേ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു സ്നേഹമല്ലേ സ്നേഹം? അങ്ങനെ തുറന്നു പറയാൻ മാത്രം അവനെന്ത് രഹസ്യമുള്ളത്? ഈ കാണുന്നതൊക്കെ തന്നെയാണ് അവൻ. ചെറുപ്പം മുതല് ഗിരിയുടെ കൂടെ തന്നെ ഉള്ള ഒരാളല്ലേ ആകാശ്? നിങ്ങൾ ഒരുമിച്ചുള്ള ഡ്രോയിങ് അടക്കം ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗിരി. ആ കാലം മുതല് ഇങ്ങോട്ടേക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും വലിയ വേദനകള് ഗിരിക്കുണ്ടായിട്ടുണ്ടോ? സോറി സുമി, ആ ബെസ്റ്റ് ഫ്രണ്ട് അത് ഞാനല്ല. പിന്നെ അതെ, ഞാൻ പറയട്ടെ, നീ ഒന്ന് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് അറിയോ? സുമിത. റിയലി? സുമി അവളെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഭാര്യ ഭർത്താക്കന്മാര് പരസ്പരം നല്ല സുഹൃത്തുക്കളായാൽ തന്നെ ദാമ്പത്യ ജീവിതം വിജയിച്ചു എന്ന് പറയാം. എനിക്ക് ഗിരിയുണ്ടല്ലോ, 10ാം ക്ലാസ്സിന് ശേഷമുള്ള പരിചയമുള്ളൂ. അതുവരെയുള്ള ഗിരിയുടെ ജീവിതം എനിക്കറിയില്ല സുമി. എത്ര പിണങ്ങിയാലും എന്റെയും സുമിയുടെയും ബന്ധമുണ്ടല്ലോ, ഓരോ നിമിഷവും ഇങ്ങനെ കൂടി 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 വരിക. പിന്നെ ഗിരിനെ പറ്റി എനിക്ക് വേറൊരു കാര്യം അറിയാം. സുമി, എന്താ? നമ്മുടെ ഗിരി ഒരു ഗിരി ഉണ്ടല്ലോ. ആകാശെ ഒന്ന് വ്യക്തമായിട്ട് പറയൂ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ഗിരി എന്താ പറഞ്ഞേ? ഹലോ ആകാശെ, ആകാശെ എന്താ പറഞ്ഞു വന്നേ? അതാ നല്ല. അയ്യോ പാവം. കഴിഞ്ഞോ ആകാശേ? കഴിഞ്ഞോ? ആ ഗ്ലാസിങ് തന്നെ. ഇതിനെ ഞാൻ കൊണ്ടുപോയി കിടക്കയിലിട്ടോളാം. അവിടെ ഗിരിയും ഇതേ അവസ്ഥയിലാ. നീ അങ്ങോട്ട് ചെല്ല്. ഹലോ, വാ പോവാ. എന്റെ അമ്മച്ചി. ദൈവമേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോലീസ് വണ്ടിക്ക് പിന്നാലെ കരഞ്ഞോണ്ട് ഓടി വന്ന നിങ്ങളുടെ മകളുണ്ടല്ലോ, പേരെന്താ? ശാലിനി. അവളെന്നെ നിയമം പഠിപ്പിക്കാൻ നടക്കുക. അപ്പോ നിങ്ങളെ മകളും കൂടി ഒന്ന് അറിയണമല്ലോ, നിയമം എന്താണെന്ന്, പോലീസിന്റെ പവർ എന്താണെന്ന്. നിങ്ങക്ക് പിന്നെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് പുത്തരിയൊന്നും അല്ലല്ലോ. ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ ഇടയ്ക്കിടെ ഇവിടെ ഒന്ന് താമസിച്ചോളാന്ന് നിങ്ങൾ വല്ല നേർച്ച നേർന്നിട്ടുണ്ടോ ശാരദാമ്മേ? അല്ല, കഴിഞ്ഞ തവണ വന്നപ്പോഴുള്ള വീറും വാശിയൊന്നും കാണാനില്ലല്ലോ. ഏത് കേസിൽ നിന്ന് ഊരിക്കൊണ്ടുപോകാൻ വരുന്ന കുറുപ്പ് സാറൊക്കെ എവിടെ? എവിടെ അയാളുടെ മരുമകൾ IPS കുഞ്ഞമ്മ? ഇത്തവണ അത്ര പെട്ടെന്ന് ഊരിപ്പോകാന്ന് വിചാരിക്കേണ്ട ശാരദാമ്മേ. ശ്രീരഞ്ജനിയുടെ അമ്മുമ്മ വിചാരിച്ചാലും നിങ്ങളെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകാൻ പറ്റില്ല. സംഗതി മുഴുവൻ എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ രേഖയാക്കിയിട്ടുണ്ട്.
ഹാ, ലക്ഷങ്ങളുടെ പൊന്നു മോഷ്ടിച്ച സ്ത്രീയുടെ ഫോട്ടോ എടുക്കാനായിട്ട് പത്രക്കാര് ദേ ഇപ്പൊ ഇങ്ങെത്തും. മസാല ദോശയുടെ കൂടെ വടയെന്ന് പറയുന്ന പോലെ ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു അഡീഷണൽ ബോണസാ. സാറേ ഞാനൊന്നും സർപ്രൈസ് കുറെ കരുതി വച്ചിട്ടുണ്ട് ഈ സഹദേവൻ. ഇവരെ പിടിച്ച സെല്ലടയ്ക്ക് സാർ അത് പറഞ്ഞങ്ങ് അനുസരിച്ചാ മതി. സെല്ലടയ്ക്ക് വാ. ഈശ്വര സുരത, അതങ്ങ് ലോക്ക് ചെയ്തേക്ക്. സാർ എന്താ ശാരദാമ്മേ? അയ്യോ സാറേ, ഇതിനുള്ളിലൊരാള്. ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് സെല്ലടയ്ക്കാൻ പാടില്ല, അതാ നിയമം. ഇവിടെ വേറെ സെല്ലില്ലാത്തോണ്ടും അല്ല, ഇത് ശാരദാമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ശാരദാമ്മയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാത്. ഡോ ഡോ ഗോപാലേട്ടൻ പഴയൊരു ലവ് അഫെയർ അല്ലേ, അതൊന്ന് പൊടി തട്ടിയെടുത്ത് രണ്ടാളും ലോക്കപ്പിനുള്ളിൽ വല്ലതും മിണ്ടിയും പറഞ്ഞു നോക്കിയിരിക്കേ. ഗോപാലേട്ടാ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മയ്ക്ക് ജീവനുള്ള കാലത്തോളം എന്റെ മുത്തിനെ പൊന്നു പോലെ നോക്കും ഞാൻ. മരുഭൂമിയിലോ നടുക്കടലിലോ എവിടെയായാലും പോവാം. പ്രീതി, പോകാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പറയുന്ന വിചാരിക്കാത്തയാള്. പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ പിടിച്ചു നിൽക്കാൻ ഞാൻ ആവുന്നത് ശ്രമിച്ചു. പക്ഷെ സുസ്മിത അവൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇനി എനിക്ക് പോയേ പറ്റും. മോളെ
ഞാൻ കൊണ്ടുപോവാ പ്രീതി. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. ഇവള് എന്റെ ജീവന്റെ ജീവനായിട്ട് നോക്കാൻ വേണ്ടിട്ടാ പ്രീതി. ഈ ശാലിനുള്ളപ്പോ എന്റെ മൂക്ക് ഒന്നിനും ഒരു കുറവും വരില്ല. ഇത് ശാലിനിയുടെ വാക്ക. ഞാനും എന്റെ അമ്മയും നിന്റെ സ്വർണം എടുത്തിട്ടില്ല പ്രീതി. ഇത് നീയെങ്കിലും ഒന്ന് വിശ്വസിക്കണം. ശാലിനി, ശാലിനി പടിയിറങ്ങ. ഒരു കുറ്റവാളിയായി ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചി പോയ മോളെ, അവനെയും കൂടെ നിർത്തിക്കൊണ്ട് നിനക്ക് തരണമെന്നാണ് ഞാൻ കരുതിയത്. കാരണം ഇതിന്റെ പിന്നിലെ കഥ അവനും കൂടി അറിഞ്ഞിരിക്കേണ്ടതാ. സച്ചേട്ട റൂമിൽ കാണും, ഞാൻ വിളിക്കാച്ചാ. ഏയ് സാരമില്ല, മോളിത് വാങ്ങ. എന്താച്ചാ? വാങ്ങ മോളെ. ഇത് മോൾക്കുള്ള സമ്മാനമാണ്. തുറന്നു നോക്ക്. മോള് വലതുകാല് വെച്ച് കയറിയപ്പോൾ തന്നെ ഇത് തരണമെന്ന് കരുതിയതാ. പക്ഷേ ഇപ്പോഴാ അതിന് സമയമായത്. ഇത് അച്ഛന്റെ പിറന്നാൾ സമ്മാനമായിട്ട് കരുതണം. അച്ഛാ, എനിക്ക് അച്ഛന്റെ അനുഗ്രഹവും സ്നേഹവും മാത്രം മതി. അല്ലാതെ ഇത്രയും വലിയ സമ്മാനമൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറയല്ല മോളെ. ഈ തറവാട്ടിലെ കുടുംബസ്ഥയായ സ്ത്രീകളെ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് ഈ മാല. എന്റെ അമ്മയ്ക്ക്, അതായത് സച്ചിയുടെ മുത്തശ്ശിക്ക് മുത്തച്ഛൻ വാങ്ങിക്കൊടുത്ത മാലയാ. മുത്തശ്ശി അത് സച്ചിയുടെ അമ്മയ്ക്ക് കൈമാറി. ഇപ്പോ ഇതിനവകാശി മോളാണോ എന്ന് ചോദിച്ചാൽ അവന്തികടുത്തിയല്ലേ അച്ഛാ? മൂത്ത മരുമോൾക്ക് കൊടുക്കാത്തൊരു സമ്മാനം എനിക്കായിട്ട് തരുമ്പോ മോള് ചിന്തിക്കുന്നതും പറയുന്നതും മോളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ശരിയാ. എന്തുകൊണ്ടോ അവന്തിയേക്ക് ഇത് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ മനസ്സിനെ തോന്നിപ്പിച്ചിട്ടുമില്ല. പക്ഷേ മോൾക്കൊരു സമ്മാനം എന്തു തരുമെന്ന് മനസ്സിലാലോചിച്ചപ്പോൾ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു, മോൾക്കുള്ള സമ്മാനം എന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ എന്ന്. മറുത്തൊന്നും പറയണ്ട. ഇത് നെല്ലിശ്ശേരി തറവാടിന്റെ സമ്മാനമായി കണ്ടാൽ മതി. ഇത് മോൾക്ക് അർഹതപ്പെട്ടത് തന്നെയാ. വെളിച്ചം കാണാതെ പെട്ടിയിൽ അടച്ചു വെക്കേണ്ടതല്ലിത്. കുറെ കാലം എന്റെ മാലതിയുടെ കഴുത്തിൽ കിടന്നതാ. ഇതിടുമ്പോ അവൾക്കൊരു പ്രത്യേക ചന്തമായിരുന്നു. മാലതി ഉണ്ടായിരുന്നെങ്കിൽ അവൾ തന്നെ മോൾക്ക് ഇത് തന്നേനെ. എനിക്കുറപ്പാ ഞാൻ ചെയ്തത് ശരിയാണെന്ന്. മാലതിയുടെ ആത്മാവ് ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടാവും. ഞാൻ സച്ചിയോട് ചോദിച്ചിരുന്നില്ലേ മോളുടെ പിറന്നാളിന് എന്ത് സമ്മാനമാണ് അവൻ തന്നതെന്ന്.
എനിക്കറിയാം നിനക്ക് അവനൊരു റോസാമുട്ട് പോലും തന്നിട്ടില്ലെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷത്തോടെ മോളത് എന്നോട് പറഞ്ഞേനെ. ഇത് അവന്റെയും കൂടി സമ്മാനമായിട്ട് മോള് കണ്ടാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മു, സച്ചി അർച്ചന വരുന്നുണ്ട്. ചേച്ചി, നീ എന്തിനാ ടെൻഷനാവുന്നെ? അവന്റെ കൂടെ അവന്റെ പെണ്ണുണ്ട്. അമ്മു, നീ നോർമലായിട്ട് ബിഹേവ് ചെയ്താൽ മതി. നിന്നെ പറ്റി അർച്ചനയ്ക്ക് ഒന്നും അറിയില്ല. വേണ്ട ചേച്ചി, എന്നെ കൂട്ടുകാരനോ അർച്ചനയോ കാണണ്ട. സത്യത്തില് നിങ്ങൾ വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. ഓഫീസിൽ നിന്ന് വരാൻ ഞാൻ കുറച്ച് ലേറ്റായി. അത് സാരമില്ല, നിങ്ങൾ വന്നല്ലോ. ഹായ് അർച്ചന. ഹായ്. സഞ്ജു. അർച്ചനെ, ബോർനായ ഭർത്താവാണ് ഇവൻ. നിങ്ങളൊക്കെ എത്ര ബോറന്മാരായാലും ഞങ്ങൾക്ക് സഹിച്ചല്ലേ പറ്റും, അല്ലേ അർച്ചന? ഓ, അതല്ലേ ഒരു ഭാര്യയുടെ കടമ. ആ, എന്തായാലും എന്റെ അത്ര ബോറനായിരിക്കില്ല സച്ചി. അതിലെനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസമാണല്ലോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷ. പക്ഷേ സച്ചേട്ടൻ എനിക്ക് ബോറിനായ ഭർത്താവല്ല. ഇവനെ ഞങ്ങൾ അറിയുന്നതല്ലേ. ഹലോ. ആ, ഹായ്. നിങ്ങളെപ്പോ എത്തി? ഞങ്ങളിപ്പോ എത്തിയുള്ളൂ. ഹേയ്, ഓർമ്മയുണ്ടോ ഈ മുഖം? കല്യാണത്തിന് എനിക്ക് എത്താൻ പറ്റില്ല, പക്ഷെ ഞാൻ വൈകുന്നേരം എത്തിയത്. ഓ, പിന്നെ നിന്നെ ഓർത്തിരിക്കാൻ നീ സൂപ്പർ സ്റ്റാർ അല്ലേ? ഒന്ന് പോടാ. കല്യാണത്തിന് ആരെല്ലാം വരുന്നു പോകുന്നു. ആ, അതിരിക്കട്ടെ, നീ ആ മാനേജറെ വിളിച്ചോ? ഫംഗ്ഷൻ തുടങ്ങിക്കോ, അവർ വന്നോളന്നാവല്ലോ പറഞ്ഞത്. നിങ്ങൾ വാ, മുത്തശ്ശനും അമ്മമാരും നിങ്ങളെ കുറെ നേരമായിട്ട് അന്വേഷിക്കുന്നു. ആ, ഞങ്ങള് മുത്തശ്ശനും മുത്തശ്ശൻ കണ്ടിട്ട് വരാം. അത് മതി, അതാ നല്ലത്. സഞ്ജു അവരെത്തിയോ? ഫംഗ്ഷൻ തുടങ്ങാനാ പറഞ്ഞത്, അവര് വരുമെന്നാ മനസ്സിലാക്കുന്നത്. നമുക്ക് അല്പം കൂടി വെയിറ്റ് ചെയ്യാം. മനു അയാൾ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യും. ആ, അപ്പച്ചി, ഗൗതമനെയും കൂട്ടി ഹോട്ടലിലേക്ക് ഒന്ന് വാ. എന്താ സഞ്ജു? ഒരു ചെറിയ പ്രശ്നം സോൾവ് ചെയ്യാനുണ്ട്. അതിന് ഞാൻ മാറ്റിവെച്ച ദിവസം എന്നാ. ഞാൻ അവിടെ കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് കുട്ടിക്കുള്ള പ്രസാദമല്ല, ഇത് മംഗലശ്ശേരിയിലേതാ. എന്താ ഇയാളുടെ പേര്? അമ്മു. മംഗലശ്ശേരിയിൽ ആരാ? അമ്മു അവിടെ നിൽക്കുന്ന കുട്ടിയാ. വരട്ടെ തിരുമേനി. ആയിക്കോട്ടെ. കുങ്കുമാർച്ചനയാണല്ലേ? അതെ. എനിക്കുള്ള വഴിപാടാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അതിൽ നിന്ന് കുറച്ച് കുങ്കുമം ഞാൻ എടുത്തോട്ടെ. പൂജാമുറിയിൽ എത്തുന്നത് വരെ മോളല്ലാതെ ആരും
തിരുമേനി തരുന്ന കുങ്കുമത്തിൽ സ്പർശിക്കരുത്. സഞ്ജു, സഞ്ജന, അവന്റെ തോളി ചാടിക്കറി ഈ പെണ്ണേതാ? പെണ്ണ് പിടിച്ച പിടിയും വിടുന്നില്ല. സഞ്ജന, വാട്ട് എ ഗ്രേറ്റ് സർപ്രൈസ്. അല്ല, നീ എന്താ ഇവിടെ? പറയാം. സാക്ഷി, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അല്ല, നീ ഇതെവിടുന്ന് ഇവിടെ ഒന്ന് ചാടിയേ? സഞ്ജന, ഇവന്റെ കല്യാണം കഴിഞ്ഞാലും നീ അറിഞ്ഞായിരുന്നു? അറിയിക്കാതെ ഞാൻ എങ്ങനെ അറിയാനാ? വല്യേച്ചി അവളുടെ പേര് ശ്രദ്ധിച്ചോ? സഞ്ജന. ശ്രീകുട്ടി പിണങ്ങി പോവാൻ കാരണം ഇവളാ. മല്ലികാന്റി വരൂ. ഇത് മല്ലികാന്റി. ഞാൻ മോളുടെ ആയേ. എടി, നീ ഫുൾ സെറ്റപ്പിലാണല്ലോ. മസിൽ പിടിച്ചിട്ട് എന്റെ ബോഡി ഇവിടെ നിൽക്കണല്ലേ. പഠിക്കുന്ന സമയത്തും കോളേജിൽ വരുമ്പോ ഇവക്ക് ഇതുപോലെ 2 തടിയുമായി കൂട്ടുണ്ടായിരുന്നല്ലോ. നീ ഇവിടെ എങ്ങനെ എത്തി? അത് പറഞ്ഞില്ല. പറയാം. നിങ്ങളൊരു ഗസ്റ്റിനെ കാത്തിരുന്നില്ലേ? ആത്മീയ ഗ്രൂപ്പിന്റെ ചെയർമാൻ. എന്റെ അച്ഛനാ അദ്ദേഹം. സഞ്ജുവിനൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഡയറക്ടർ ബോർഡ് മെമ്പറായ ഈ സഞ്ജന തന്നെ നേരിട്ട് വന്നത്. എന്താ വീഴ്ച നിൽക്കുന്നേ? മംഗലശ്ശേരി ഗ്രൂപ്പ്സിന്റെ 25% ഷെയർ വാങ്ങിയത് എന്റെ അച്ഛന്റെ കമ്പനിയാ. മൈ ഗോഡ്, വിശ്വസിക്കാൻ കഴിയുന്നില്ല. വാ, നമുക്ക് മാറി നിന്ന് സംസാരിക്കാം. അദ്ദേഹം ക്ഷണിച്ചിട്ടല്ല ആ കുട്ടി വന്നത്. അത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കണ്ട അറിയില്ലേ? അവള് ചേച്ചിയുടെ കൂടെ ബാംഗ്ലൂരിൽ പഠിച്ചെന്ന് വെച്ച് എന്തിനു ചേച്ചി ദേഷ്യം പിടിച്ച് ഇവിടെ വന്ന് നിക്കണം? ചേച്ചി ഒന്ന് വന്നേ. അവൾ ആരെന്ന് നിനക്കറിയില്ല. ഒരാളെ ഞാൻ വെറുത്തിട്ടുണ്ടെങ്കിൽ അത് അവളെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഗസ്റ്റിനെ അടിച്ചു, അപമാനിച്ചു. വിശാൽ, ചെറിയൊരു തെറ്റ് ചെയ്തു പോയതിന് പ്രതാപനെ കൊണ്ട് നീ ഇവളോട് മാപ്പ് പറയിച്ചില്ലേ? അമ്മയുടെ ഗസ്റ്റിനെ അപമാനിച്ചാൽ അത് ഈ അമ്മയെ അപമാനിക്കുന്നതിന് തുല്യോ? ഇവളോട് മാപ്പ് പറയാൻ പറയും. ജാസ്മിന്റെ കാലില് വീണ് ഇവള് മാപ്പ് പറയണം. തീർച്ചയായും അതെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അതിപ്പോ ആരായാലും. പാർവതി, എന്തിനാ നീ ഇവളെ അടിച്ചത്? കാരണം അന്വേഷിക്കുന്ന എന്തിനാ? എന്ത് കാരണത്തിനായാലും ഇവള് ജാസ്മിനെ അടിച്ചത് തെറ്റ് തന്നെയാ. അത് അങ്കിള് പറയുന്നത് ശരിയാ. എന്നാലും കാരണം അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ? ചോദിച്ചു കേട്ടില്ലേ നീ എന്തിനാ ഇവളെ അടിച്ചതെന്ന്? ഗായത്രി അമ്മയുടെ മുമ്പില് കെടാവിളക്ക് ഇവൾ അണയ്ക്കാൻ ശ്രമിച്ചു. കേട്ടില്ലേ? ഇവള് നിന്റെ അതിഥിയാണെന്നല്ലേ പറഞ്ഞത്? ഒരതിഥി ചെയ്യുന്ന പണിയാണോ ഇവള് ചെയ്തത്? പാർവതി ആയതുകൊണ്ട് ഒരടിയിൽ ഒതുക്കി. ആ കെടാവിളക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗായത്രി ചേച്ചിയുടെ ജീവൻ തന്നെയാ. അതറിയോ നിനക്ക്? ആ സമയത്ത് ഞാനെങ്ങാനും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ
പാർവതി ചെയ്ത പോലെ ഒരടിയിലൊന്നും ഒതുക്കില്ലായിരുന്നു. തല്ലി കൊല്ലുമായിരുന്നു നിന്നെ ഞാൻ. ഇനി അമ്മ പറയും, പാർവതി ഇനി ഇവളുടെ കാലിൽ വീണ് മാപ്പ് പറയണോ? എങ്ങോട്ടാ പോകുന്നത്? അവിടെ നിൽക്ക്. കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ ചെയ്യാൻ മടിക്കുന്ന തെറ്റാണ് നീ ചെയ്തത്. ഗായത്രിയെയും അവളെ സ്നേഹിക്കുന്ന മുഴുവൻ പേരെയും നീ അപമാനിച്ചു. അതിന് മാപ്പ് പറഞ്ഞിട്ട് പോയാ മതി. ആന്റി, മോനെ വിശാൽ, ജാസ്മിൻ മാപ്പ് പറയേണ്ടി വന്നാൽ വക്കീലിന്റെ മുമ്പിൽ എന്റെ വിലയാ പോകുന്നത്. മാപ്പ് പറയിപ്പിക്കരുതെന്ന് അച്ഛമ്മയോട് മോൻ തന്നെ പറയും. ഈ വീട്ടിലെ ഏറ്റവും തലമുതിർന്ന ആളല്ലേ അച്ഛമ്മ. അച്ഛമ്മ എന്ത് തീരുമാനിച്ചാലും അത് ഈ വീട്ടിൽ നടക്കണം. പാർവതി ചെയ്തത് തെറ്റല്ലാന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഈ വീട്ടിലെ അതിഥിയാ നീ. അതിഥിക്ക് മര്യാദയും ബഹുമാനവും നൽകണമല്ലോ. അതുകൊണ്ട് മാപ്പ് പറയിപ്പിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി നിന്നെ പച്ചത്തേറി വിളിക്കാൻ തോന്നിയതിന്റെ കാരണം പറയാം. വിശാൽ ബ്രോയ്ക്ക് നിന്നോട് കുറച്ച് സിമ്പതി തോന്നി തുടങ്ങിയ സമയത്ത് തന്നെ ബ്രോയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ നീ തീരുമാനിച്ചില്ലേ? നിന്റെ പച്ചത്തേറി വിളിച്ചാൽ മാത്രം പോരാ, തന്നെ കൊല്ല വേണ്ടത്. കാൽ കാശിന്റെ ബുദ്ധിയില്ലാത്ത മരം മണ്ടി. നിനക്ക് തെറ്റുപറ്റിയതാണെന്നും വേറെ കല്യാണം കഴിക്കരുതെന്നും നീ പോയി പറ വിശാൽ ബ്രോയോട്. അത് ഗാർഗി ഇപ്പൊ ശ്രമിച്ച ബ്രോയെ പിന്തിരിപ്പിക്കാൻ നിനക്ക് കഴിയും. കല്യാണക്കാരിയുമായിട്ട് ഈ വീട്ടുകാരെങ്ങാനും മുന്നോട്ട് പോയ പിന്നെ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു കാണാൻ തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. ആദ്യ അവസാനം കൂടെ നിൽക്കാൻ എന്നോട് അദ്ദേഹം പറഞ്ഞത് നീയും കേട്ടതല്ലേ. എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. മരമണ്ടി അല്ല നീ, അതിലും വലിയ പേരിട്ട് വേണം നിന്നെ വിളിക്കാൻ. നിന്റെ ഭർത്താവിന് നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ? കടം തന്നതൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഈ ജാസ്മിൻ ഇല്ല. നീ എനിക്ക് തന്നത് പലിശ സഹിതം തിരിച്ചു തരാൻ പോവാ ഞാൻ. ഇവിടെ നിന്നെ സപ്പോർട്ട് ചെയ്യാനേ ആരാ വരുന്നെന്ന് എനിക്കൊന്ന് കാണണം. നിന്നെ ഞാൻ എനിക്ക് ആരെയും തല്ലി പരിചയമൊന്നുമില്ല. നിന്നെ തല്ലിയതും വേണോന്ന് വെച്ച് ചെയ്തതല്ല. മരിച്ചുപോയ ഒരാളെ അപമാനിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ പോലും അറിയാതെ അടിച്ചു പോയതാ. അതിലെ എനിക്കിപ്പോ കുറ്റബോധമൊന്നുമില്ല. കാരണം ആ തല്ല് നീ ഇരന്നു വാങ്ങിയതാ. അതിന്റെ പേരിൽ നീ എന്നെ തിരിച്ചു തല്ലിയ. ഞാൻ ഇനിയും നിന്നെ തല്ലും. വേണോന്ന് വെച്ച് തന്നെ തല്ലും. കാണണം നിനക്ക്. ഗായത്രി അമ്മയുടെ വിളക്കിൽ നിന്നും നീ സിഗരറ്റ് കത്തിക്കാൻ നോക്കിയതിനാണ് ഞാൻ നിന്നെ അടിച്ചതെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ
വിശാൽ സാറും ഗാർഗിയും ചെറിയമ്മയൊക്കെ നിന്നെ വളഞ്ഞിട്ട് തല്ലുമായിരുന്നു, അറിയോ നിനക്ക്? അത് ഞാൻ പറയാതിരുന്നതേ നിന്നോട് കാണിച്ചൊരു ദയയാ. ഞാൻ ദയ കാണിച്ചതുകൊണ്ടാ തടിക്ക് കേടൊന്നും പറ്റാതെ നീ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയും നീ ആ തെറ്റ് ചെയ്ത ഞാൻ ദയ കാണിക്കില്ല, ഓർത്തോ നീ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ. ഹലോ, നാരായണനല്ലേ? അതെ സാർ, നാരായണനാണ്. ഇപ്പോ ഇയാൾ ആനന്ദ നിലയത്തിൽ ഡ്യൂട്ടിയിലാണോ? അല്ല സാർ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ഞാനിപ്പോ വീട്ടിലാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാരായണ, എനിക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. ഒരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാ അത് നടത്തുന്നത് വരെ അത് തന്നെ ആയിരിക്കും മനസ്സിൽ. ഏതായാലും ഞാനൊരു കൊട്ടേഷൻ നാരായണനെ ഏൽപ്പിച്ചു. അഡ്വാൻസ് കൈപ്പറ്റി നാരായണൻ അത് ഏൽക്കുകയും ചെയ്തു. സാർ, ഞാനൊരു ഗുണ്ടയൊന്നുമല്ല. നാരായണ ഗുണ്ടയൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാവല്ലോ. ഇത് ഗുണ്ടകൾക്ക് ചെയ്യാൻ പറ്റുന്ന പണിയും അല്ലല്ലോ. പിന്നെ ദുഃഖങ്ങളിൽ വച്ച് ഏറ്റവും വലിയ ദുഃഖം എന്താണ് നാരായണ? ദാരിദ്ര്യ ദുഃഖം. ദാരിദ്ര്യം മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിക്കും. ഒരു സെക്യൂരിറ്റി പണിക്കാരന് കിട്ടുന്ന ശമ്പളം എത്രയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നാരായണ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഒന്നുമില്ല സാർ, സാറ് പറയുന്നൊക്കെ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുക. ഗുഡ്. എന്നാ ഇനി ഞാൻ പറയാൻ പോകുന്നതും കൂടി നാരായണ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് രാത്രിയാണ് ആ ഓപ്പറേഷൻ. ശ്യാമയെയോ അഖിലിനെയോ ഇവരിൽ ആരെങ്കിലും ഒരാളെ ഇന്ന് കൊന്നിരിക്കണം. രണ്ടുപേരെയും ഒന്നിച്ചു കൊന്നാൽ അതിഗംഭീരം. അതിന് പ്രതിഫലം വേറെയാ. അവരെ കൊല്ലേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. അവിടുത്തെ ആ മോട്ടോർ സെറ്റിന്റെ വയറങ്ങ് പൊട്ടിച്ചിട്ടാ മതി. കറണ്ട് അടിച്ച് 3 മരണം. ആരും സംശയിക്കൂല, ആരുടെ പേരിലും കുറ്റവും വരില്ല. ഇന്ന് രാത്രി ഈ ഓപ്പറേഷൻ നടന്നിരിക്കണം. എന്താ നാരായണൻ നിശബ്ദനായിട്ട് നിൽക്കുന്നേ? സാർ, എനിക്ക് 1 മാസം സാവകാശം വേണമായിരുന്നു. ഏയ്, അതൊന്നും പറ്റില്ല. ഇന്ന് രാത്രി തന്നെ ഈ കൊലപാതകം നടന്നിരിക്കണം. വാക്ക് ലംഘിച്ചാൽ പെരുവഴിയിൽ ചാകുന്നത് നാരായണനായിരിക്കും. അത് മറക്കണ്ട സാർ. ഏതായാലും തന്നെ സഹായിക്കാൻ ഒരാളെ കൂടി ഞാൻ അങ്ങോട്ട് വിടുന്നുണ്ട്. ഇന്ന് രാത്രി തന്നെ തന്റെ നേതൃത്വത്തിൽ ആ കൊലപാതകം നടന്നിരിക്കണം. ഓക്കെ? എന്താ വസുട്ട, എന്താ അയാള് പറഞ്ഞേ? നമ്മുടെ മക്കളെ ഞാൻ കൊല്ലണമെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ, അരുന്ധതിയാണല്ലോ. അരുന്ധതി, വരൂ, ഇരിക്ക്. നിങ്ങളൊക്കെ ഞങ്ങളെ മറന്നുപോയെങ്കിലും എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ലല്ലോ. അത് അരുന്ധതി ഇരിക്കെ.
ഒന്നിരുന്നു പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല ഐശ്വര്യേ. അന്ന് നടന്ന കാര്യങ്ങളില് ഞാനും ഐശ്വര്യം നിരപരാധികളാണെന്ന് അരുന്ധതിക്ക് അറിയാലോ. കല്ലറയിൽ അടക്കിയ കാര്യങ്ങൾ കുഴിച്ചെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല ഞാൻ വന്നത്. സ്നേഹത്തിൽ കഴിഞ്ഞു പോയവരാ ഞാനും വസുന്ധരയും ഐശ്വര്യയും ഒക്കെ. മറ്റുള്ളവരെ വിട്ടേക്ക്. നിങ്ങളോട് ഞാനെന്തിനു പിണങ്ങണം? ഞാൻ അരുന്ധതിയെ എപ്പോഴും ഓർക്കാറുണ്ട്. അത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാ. ഓർക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നല്ലോ. അങ്ങനെയൊന്നും പറയല്ലേ അരുന്ധതി. അന്നത്തെ സംഭവത്തിന് ശേഷം അമ്മയ്ക്ക് അരുന്ധതിയെ വിളിക്കാൻ ഉള്ളിലൊരു വിഷമം ഉണ്ടായിരുന്നു. അതുപോട്ടെ, വിസ്മയ്ക്ക് എന്തുണ്ട് വിശേഷം? എന്തു പറയാനാ, അവള് തകർന്നു പോയില്ലേ വസുന്ധരെ. എന്റെ കുഞ്ഞ് വെട്ടിയിട്ട വാഴ പോലെ ഒറ്റ വീഴ്ചയായിരുന്നു അന്ന് നാണം കെട്ട് വീട്ടിലെത്തിയപ്പോ. പിന്നെ ജലപാനം പോലും ഇല്ലാതെ ഒരു കൂവത്തണ്ട് പോലെ ഒരേ കിടപ്പായിരുന്നു 3-4 ദിവസം. വിസ്മയ ആഖി അത്രയ്ക്ക് മോഹിച്ചതല്ലേ? മോഹിച്ചതൊക്കെ കാക്ക കുത്തി കൊണ്ടുപോകുമ്പോൾ സങ്കടം ചെറുതല്ലല്ലോ. അവള് അത്രയ്ക്കൊന്നും അഖിലിനെ മോഹിച്ചിട്ടില്ലായിരുന്നു. അവനോടൊരു സഹതാപം തോന്നിയെന്നുള്ളത് സത്യമാ. അതുകൊണ്ട് ഒരു ജീവിതം കൊടുക്കാമെന്ന് കരുതി അത്രേ ഉള്ളൂ. അല്ലേലും ഇക്കാലത്തെ സഹതാപത്തിനൊക്കെ എന്ത് വിലയാ? കാര്യങ്ങൾ നമ്മുടെ പിടിയിന്ന് പോയി. അതാ അന്നാ കല്യാണം നടക്കാതെ വന്നത്. അതിനെന്താ, ഒന്ന് നാണം കെട്ടുവെന്നതൊഴിച്ചാൽ വിസ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവളിപ്പോ 2ാം കെട്ടുകാരോടുള്ള സഹതാപമൊക്കെ നിർത്തി. പക്ഷേ വസുന്ധര ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവള് വസുന്ധരെ കൊല്ലാൻ വരെ മടിക്കില്ല. ഇത് പറയുന്നത് GS അരുന്ധതിയാ. അല്ല, അവളില്ല ഇവിടെ? ഉണ്ട്, മുറിയിലുണ്ട്. അഖിലുണ്ടോ? ഇല്ല, അവൻ പുറത്തു പോയിരിക്കുക. എനിക്ക് അവളെ ഒന്ന് കാണണം. അരുന്ധതി, ഹേയ്, തല്ലാനും കൊല്ലാനും ഒന്നും അല്ല കേട്ടോ. തല്ലിയാലും കൊന്നാലും ഞങ്ങൾക്കൊന്നുമില്ല. എന്താ അരുന്ധതിക്ക് അവളുമായിട്ട് ഇടപാട്? ഒരിടപാടുമില്ല. ബദ്ധശത്രുക്കളല്ലേ, വല്ല ചീത്ത പറയാനും വന്നതായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും ഒരു കടുക് മണി അളവിൽ പോലും താഴാൻ വിടാതെ മോളെ ഞങ്ങളുടെ അഭിമാനം രക്ഷിച്ചു. നമ്മൾ അവിടെ നിശബ്ദരായി നിൽക്കേണ്ടവരാ. ഒന്നും പറയാൻ നമുക്ക് അവകാശമില്ല. പക്ഷേ മോള് കാണിച്ച ആ വിവേകം ഉണ്ടല്ലോ, ആ കരുതലുണ്ടല്ലോ, അത് ഞാനല്ല, നമ്മള് 4 പേരും മരിക്കുന്നത് വരെ മറക്കൂല. അമ്മ എന്താ പറഞ്ഞ? നിങ്ങൾ 4 പേരുന്നോ? അപ്പൊ ഞാനോ? ഞാൻ ഈ വീട്ടിലെ ആളല്ല. അയ്യോ, നിങ്ങൾ 4 പേരല്ല, നമ്മള് 5 പേരാ. നമ്മളെല്ലാവരും ഒറ്റ ടീമാ. ഈ ടീമിലെ ഒരാൾക്കൊരു പ്രശ്നം വന്നാ മറ്റുള്ളവരും ഒരുമിച്ച് നിൽക്കും. സത്യത്തില് അവിടെ ചെന്നിറങ്ങി മമ്മിയുടെ പ്രതികരണം കണ്ടപ്പോ ഞാനാകെ കുറ്റബോധത്തോടെയാ നിന്നേ. പിന്നെ അമ്മ അടുക്കള കയറ്റി എച്ചിൽ പാത്രം കഴിയിച്ചപ്പോ എന്റെ സർവ്വ നിയന്ത്രണവും പോയതായിരുന്നു. പക്ഷേ അപ്പോഴും അമ്മയുടെ ഇഷ്ടത്തോടെയാണെന്ന് പറഞ്ഞ് തടഞ്ഞു. ഒടുവിൽ കിരണിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഞാൻ പ്രതികരിച്ചു. എന്നാലും അമ്മയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയി ഇങ്ങനൊരു സിറ്റുവേഷനിൽ എത്തിച്ചതില് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോയതില് നമ്മൾക്ക് പക്ഷേ സന്തോഷമാണ്, ഇല്ലടാ സാഗരെ? അതെ, അതുകൊണ്ടാണല്ലോ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നത് കാണാൻ പറ്റിയത്. അമ്മ മുന്നേ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അമ്മയാണ് സൂപ്പർ എന്ന് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലായി അപർണേച്ചിയാ സൂപ്പർ. ഹേയ്, നെവർ. ഈ സുധാമണി അമ്മയാ സൂപ്പർ. പക്ഷേ
ഈ അമ്മ ഈയിടെ ആയിട്ട് എപ്പോഴും ഗ്ലൂമി ആയിട്ട് മൂടിക്കെട്ടിയിരിക്കുക. അതെന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്നാല് നിങ്ങളെല്ലാം വിശ്രമിക്കും. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ എന്റെ സുധാമണി കുഞ്ഞമ്മേ. സാഗര മീനാക്ഷി വന്ന് അമ്മയെ പിടിച്ചേ. അതെ, അപർണീച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ട് പോയാ വന്ന് പിടിക്കേ. ഞാൻ ഇതിൽ ഇടപെടില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. മോളെ ദേ, എല്ലാവരും നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന സമയം. അമ്മ പറ, എന്താ പ്രശ്നം? ഞങ്ങള് മല പോലെ 4 പേര് നിക്ക. പറയാമേ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ മോളെ. മനസ്സില് കുറച്ച് സന്തോഷമായിട്ടാ ഞാൻ നിൽക്കുന്നെ. ആ സന്തോഷം ഇല്ലാണ്ടാക്കല്ലേ. അപ്പോ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അമ്മ മനസ്സ് തുറക്കില്ല. അമ്മയെ വിട്ടേക്ക്, വിഷമിപ്പിക്കണ്ട. ശരി അമ്മ പൊക്കോ. മോളെ, അമ്മയ്ക്ക് ഒരു വിഷമവുമില്ല. ഞാൻ വിഷമിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്. ഈ നോർത്ത് ഇന്ത്യക്കാർക്ക് സ്വീറ്റ്സ് വിട്ട ഒരു പരിപാടിയില്ലടി. മലയാളികൾ എന്താ മോശ? അങ്ങനെയല്ല. ഇനി സാറാമ്മ മാഡത്തിനോടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് കൊണ്ടുവരാൻ പറയണം. അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ചേച്ചിക്ക് സാറമ്മ മേഡത്തിനെ കണ്ടുകൂടല്ലോ, അമ്മയുടെ പക്ഷമല്ലേ ചേച്ചി? പിന്നെ ഈ സാറമ്മ മേഡം കൊണ്ടുവരുന്ന സ്വീറ്റ്സ് ഒക്കെ എങ്ങനെ കഴിക്കാ? സ്വീറ്റ്സ് നമ്മുടെ വീട്ടിലൊരാൾ കൊണ്ടുവന്നാ അത് കഴിക്കൂലോ, എല്ലാരും കഴിക്കും. പിന്നെ ഇപ്പൊ സാറാമ്മ മേഡത്തിനോട് എനിക്ക് ശത്രുതൊന്നുമില്ല. എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട്, അത് ഇതിനെ ബാധിക്കില്ല. ആയിക്കോട്ടെ, കഴിച്ചോ. നീയേ സാറാമ്മ മേഡത്തോട് പറയണോട്ടോ. പിന്നെ ചേച്ചിക്ക് ഇപ്പൊ വെറൈറ്റി പലഹാരം മേടിക്കലല്ലേ മേഡത്തിന്റെ പണി? അവർക്ക് അവിടെ വേറെ പണിയൊക്കെ ഉണ്ട്. എടേ, എന്ത് പണി? ഒരു പണിയില്ല. ഇവിടുന്ന് റെഡിയായി ഡൽഹിക്ക് പോവാ. അവിടെ പോയി 2 ദിവസം ആരോടെങ്കിലും ഒക്കെ ഹിന്ദി പറയാ, തിരിച്ചതുപോലെ ഇങ്ങോട്ട് വരിക. അതിന്റെ ഇടയിൽ ഈ സ്വീറ്റ്സ് മേടിക്കും. എന്റെ പൊന്നി ചേച്ചി, ഈ കഴിക്കുന്നതിന്റെ നന്ദിയെങ്കിലും കാണിക്കാം അവരോട്. നന്ദിയാ? അവരിവിടെ വരുമ്പോ നമുക്കിത് കൊണ്ടു തരുന്നു, അതിന് നന്ദിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. എന്ത് സാധനാണ്? നീ വേണമെങ്കിൽ കഴിച്ചാ മതി. അച്ഛാ, ഞാനേ ഇത് ഒരുപാട് മധുരമുണ്ടല്ലോ. ഇന്നിവിടെ പെണ്ണ് കാണാൻ വല്ലതും നടക്കുന്നുണ്ടോ? ഓ, ഇനി ഇവിടെ ആരെ കെട്ടിക്കാനാ ഉള്ളത്? ഇവിടെ ആരെ കെട്ടിക്കാനാണെന്നോ? ഒരാളുണ്ടല്ലോ. അതാരാ? പങ്ക്യാമൻ. പക്ഷെ പങ്ക്യാമന്റെ പെണ്ണിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം ആയതുകൊണ്ട് പെണ്ണ് കാണാനുള്ള ചാൻസ് ഇല്ല. നീ എന്താ ഉദ്ദേശിച്ചെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ അത് നടക്കില്ല. ഓ പിന്നെ നടക്കാതിരിക്കാൻ പങ്ക്യാമൻ ചേച്ചിയുടെ മോനാണല്ലോ. എന്റെ മോനൊന്നുമല്ല, പക്ഷെ പങ്ക്യാമനെ നല്ല ഒന്നാന്തര ഒരു പെങ്ങളുണ്ട്. കല്യാണം മുടക്കിയിരിക്കും. ആരുടെ കാര്യം പറയുന്നത്? അമ്മയുടെ കാര്യം. അത് നേരത്തെ പറഞ്ഞത് അത് പങ്ക്യാമന്റെ കാര്യം. അതല്ല, പെണ്ണിന്റെ. എന്റെ അച്ഛ, അത് നടക്കാത്ത കാര്യമാ. പിന്നെ പെണ്ണിന്റെ കാര്യം വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛൻ ഇപ്പൊ ഇത് കഴിക്കാൻ നോക്കും. ഇതെവിടെ നമ്മളെ? അച്ഛാ, ഇത് സാറമ്മ മേഡം ഡൽഹിയിൽ നിന്നുണ്ടെന്നാ. അതോ? നല്ലതാ. അയ്യോ, എനിക്കൊക്കെ വേണ്ട. ഷുഗറാ. ഇതങ്ങനെ കഴിച്ച് ഷുഗർ കൂടിയാൽ നിന്റെയൊക്കെ അമ്മായിയമ്മ വന്ന് എന്നെ ശരിയാക്കും. കഴിച്ചോ അച്ഛാ, അമ്മ അറിയില്ല. വേണ്ട. എന്റെ അച്ഛ കുറച്ച് കഴിച്ചെന്ന് പറഞ്ഞ ഒന്നും സംഭവിക്കില്ല, കഴിക്ക്. ഇതേ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലാ. എന്തൊരു മധുരം. പിന്നെ നെയ്യില്ലേ, നെയ്യ്. അമ്മ എനിക്കൊക്കെ വേണ്ട. ഓ, വേണമെന്നല്ലേ? ഇല്ല, ഇങ്ങ എടുത്തോ. ഏതാ വേണ്ട അച്ഛന്? വെള്ളം മതിയോ? മതി. അത് ഞാൻ കഴിച്ചിട്ട് വെച്ചല്ലേ. അച്ഛ, ചേച്ചി
കൊറേ എടുത്തോണ്ട് പോയെ കുഴപ്പാവോ? എന്ത് കുഴപ്പം? അച്ഛൻ ഈ പറയണ പോലെ ഒരുപാട് ഷുഗർ ഒന്നുമില്ല. അമ്മ വെറുതെ പേടിപ്പിക്കണല്ലേ. എടി ഇതൊക്കെ വല്ലപ്പോഴും അല്ലേ ആ മനുഷ്യൻ കഴിക്കണേ. കഴിച്ചോടെ പാവം. ഈ അമ്മയുടെ വിചാരം എന്താണെന്നറിയാം, അമ്മ എന്താ വലിയ ഡോക്ടറാണ്. ഓ അമ്മ എല്ലാം കഴിക്കാം, ബാക്കിയുള്ളവർക്ക് ഒന്നും കഴിച്ചൂടാ. ചേച്ചി എന്റെ ഫോൺ എടുക്കുന്ന അമ്പളേക്ക് ആയിരിക്കും, ഞാൻ പോരാവേ. വേഗം വന്നില്ലെങ്കിൽ തീരൂട്ടാ. വരാം. വന്നാ ഞാൻ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.